ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചില ധനകാര്യ സ്ഥാപനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം 1955. 1955 ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ രൂപം കൊണ്ടത്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ചുരുക്കപ്പേര് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും. ICICI. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചുരുക്കപ്പേരാണ് ICICI. അടുത്തത്, ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കണക്കെടുക്കുന്ന സ്ഥാപനം നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കണക്കെടുക്കുന്ന സ്ഥാപനമാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൻ്റെ കണക്കെടുക്കുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൻ്റെ കണക്കെടുക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇവിടെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കണക്കെടുക്കുന്ന സ്ഥാപനമാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അതുപോലെ ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൻ്റെ കണക്കെടുക്കുന്ന സ്ഥാപനം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്. എന്നാൽ 2019 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും ലയിച്ച് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസായി മാറി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി നമുക്ക് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ചില കടമകൾ നോക്കാം. ഇത് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രസ്താവന ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. രാജ്യത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനും സ്റ്റാറ്റിസ്റ്റിക്കൽ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഉത്തരവാദിയാണ്. ദേശീയ വരുമാന അക്കൗണ്ടിംഗ്, വ്യവസായങ്ങളുടെ വാർഷിക സർവേ നടത്തൽ, സാമ്പത്തിക സെൻസസുകളും അതിൻ്റെ തുടർ സർവേകളും നടത്തുക, വ്യാവസായിക ഉൽപ്പാദന സൂചികയുടെ സമാഹരണം, മാനവ വികസന സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കൽ, ലിംഗസ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കൽ, ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളിൽ പരിശീലനം നൽകൽ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്ഥിതിവിവര കണക്കുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി പ്രവർത്തനങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ വിവരങ്ങളുടെ പ്രചരണം, വ്യാപാരം, ഊർജം, നിർമ്മാണം, പരിസ്ഥിതി തുടങ്ങിയവയുടെ സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ദേശീയ വ്യാവസായിക വർഗീകരണത്തിൻ്റെ പരിഷ്കരണം മുതലായവ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്തത്, കേന്ദ്ര സർക്കാർ 1951 സ്ഥാപിച്ച സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേന്ദ്ര സർക്കാർ 1951 സ്ഥാപിച്ച സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇവിടെ ഒരു പോയിൻ്റ് കൂടി ഓർക്കുക. 1954 ഇത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനിൽ ലയിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത്, അവസാനത്തെ 3 വർഷം തുടർച്ചയായി സാമ്പത്തിക ലാഭം നേടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവി മിനിരത്ന. അവസാനത്തെ 3 വർഷം തുടർച്ചയായി സാമ്പത്തിക ലാഭം നേടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പദവിയാണ് മിനിരത്ന.